പൂവിന്റെ പരിമളം പേരുന്ന കാറ്റിനെ ആരെന്നോർമ്മിക്കും. കടലിൽ കാവ്യമെഴുതുന്ന തിരകളെ ആരെന്നു വർണ്ണിക്കും. പൂവിന്റെ പരിമളം പേരുന്ന കാറ്റിനെ ആരെന്നോർമ്മിക്കും. കടലിൽ കാവ്യമെഴുതുന്ന തിരകളെ ആരെന്നു വർണ്ണിക്കും. മൂടിയ ദുഃഖങ്ങൾ പെയ്തൊഴിഞ്ഞിടുവാൻ കരിമുകിൽ മാനത്ത് ചിത്രം വരയ്ക്കുമ്പോൾ സൂര്യന്റെ കുസൃതിക്കിടാത്തിയം വെയിലും ചിത്രങ്ങൾ മായ്ക്കുന്നു. മുകിലും ദുഃഖത്തിൽ മറയുന്നു. പൂവിന്റെ പരിമളം പേരുന്ന കാറ്റിനെ ആരെന്നോർമ്മിക്കും. കറണ്ട് പോയല്ലോ ദിവാരേട്ടാ, ബെല്ലടിച്ചോളൂ. യെസ് സർ. ഗുഡ് മോർണിംഗ് സർ. സാറിന്റെ ആദ്യത്തെ ക്ലാസ് അല്ലേ? മുമ്പുണ്ടായിരുന്ന ടീച്ചർ ഒട്ടും ഫ്രണ്ട്ലി അല്ലെന്ന് കുട്ടികൾക്കൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവര് കുറച്ച് റെസ്റ്റ്ലെസ് ആണ്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക്സ്. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. ഇരിക്കെ. I am Mohan, coming from Peravur. My subject is English. ഇനി എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യത്തെ ക്ലാസ് അല്ലേ, നമുക്ക് വിശദമായി പരിചയപ്പെടാം. സാർ, ചോദിച്ചോളൂ. സാറ് മാരീഡ് ആണോ? എന്നെ കണ്ടിട്ട് ബാച്ചലറാന്ന് തോന്നുന്നുണ്ടോ? കഴിച്ചതാടോ. 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളുണ്ട്. ഇയാളുടെ പേരെന്താ? വിഷ്ണു എന്നാ. പക്ഷെ ഞങ്ങൾ വിളിക്കുന്നതേ രാധാന്നാ, ചാന്തുവിട്ട് രാധാന്ന്. ഓക്കെ, സിറ്റ് ഡൗൺ ബോത്ത് ഓഫ് യു. ഇങ്ങനെ ഇരട്ടപ്പേരിടുന്നതൊക്കെ രസാ. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും എനിക്കും നിങ്ങളൊരു പേരിടായിരിക്കും അല്ലേ? പക്ഷെ നമ്മളങ്ങനെ പേരിട്ട് വിളിക്കുമ്പോൾ അതാളെ വല്ലാതെ ഹേർട്ട് ചെയ്യും. അപ്പോൾ വിളിക്കാതിരിക്കാനുള്ള മര്യാദ നമ്മൾ കാണിക്കണ്ടേ? എന്താ, അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞതിനോട് ഇയാൾ യോജിക്കടാ? എന്താ അയാളുടെ പേര്? സായന്ത്. സായന്തിന്റെ അഭിപ്രായം എന്താ? സർ, അവൻ ഇങ്ങനെയാ. എന്ത് ചോദിച്ചാലും ഒന്നും ഉണ്ടാ നിൽക്കും. അതുകൊണ്ട് ടീച്ചേഴ്സ് അവനോടൊന്നും ചോദിക്കാറില്ല. അങ്ങനെയൊന്നുമില്ല. സായന്ത് എനിക്ക് റിപ്ലൈ തരുന്നൊരു ദിവസം ഉണ്ടാവും. യു സ്റ്റാൻഡ് അപ്പ്, ഗെറ്റ് മീ ദ നോട്ട്ബുക്ക്. ആളിവിടെ ഒന്നും അല്ലല്ലോ, എന്താ അവിടെ ചെയ്യുന്നത്? അതൊന്നും അറിയണല്ലോ. ആ, കവിതയാണല്ലോ. ഇത് ഇയാൾ എഴുതിയാണോ?
ആ സാറേ, ഇവള് കവിത എഴുതി നന്നായി ചൊല്ലി ഒക്കെ ചെയ്യും. പക്ഷെ 4 ആളെ മുമ്പിൽ പാടിയല്ല. ആഹാ, അങ്ങനെയാണോ? അല്ല, എന്താ മോളുടെ പേര്? അശ്വതി. അശ്വതി, നല്ല പേരാണല്ലോ. അപ്പൊ അശ്വതിയെ കൊണ്ട് നമുക്ക് ഈ കവിത ഒന്ന് ചൊല്ലിച്ചാലോ? ഇത് ചൊല്ലൂ. ഉദരത്തിലൊരു കോണിലുറക്കമേവാൻ ഹൃദയവീണ കൊണ്ട് മീട്ടുന്ന താരാട്ട് നീ. ദേഹമാകെ കൊടും നോവ് പൊള്ളിയെരിയുമ്പോഴും ദേഹിക്ക് പുഞ്ചിരി വിരിഞ്ഞ പോലെ. വളരെ മനോഹരമായ വരികൾ, ഹൃദ്യമായ ആലാപനം. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. മോൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. അശ്വതിക്ക് എൻ്റെ വക ചെറിയൊരു സമ്മാനം. പോയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒറ്റ കാര്യത്തിലേ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുള്ളൂ. എൻ്റെ എല്ലാ ക്ലാസ്സിലും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരം പറയാത്തവരെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിക്കും. ഓക്കെ? ഇന്നലെ ഇമ്പോസിഷൻ തരാത്തവർ ആരൊക്കെയായിരുന്നു? പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? സിറ്റ് ഡൗൺ. സർ, എന്താ ലീഡർക്ക് ചോദിക്കാനുള്ളത്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു റിക്വസ്റ്റ് ഉണ്ട്. സാറ് ഞങ്ങളെ തല്ലിയാലും കുഴപ്പമില്ല, ഈ ഇമ്പോസിഷൻ ഒന്ന് നിർത്തി തരണം. വടികൊണ്ടല്ല, സ്നേഹം കൊണ്ട് തല്ലിപ്പഠിപ്പിക്കാൻ എനിക്കിഷ്ടം. നിങ്ങൾക്ക് ഇമ്പോസിഷൻ പ്രയാസമാണെങ്കിൽ നമുക്കത് നിർത്തിക്കളയാം. പക്ഷെ ഒരു കാര്യം, എന്റെ ചോദ്യങ്ങൾക്ക് എല്ലാവരും ഉത്തരം അറിയുന്നൊരു ദിവസം ഈ ഇമ്പോസിഷൻ പരിപാടി നമുക്കങ്ങ് നിർത്താം. Do you know how to transcribe it? So according to the How many of you got it? concept, oxidation is defined as the addition of oxygen or any other electronegative element. Okay, let us wind up today. Good morning, sir. ഗുഡ് മോർണിംഗ്. ഇരിക്കെ. റോബർട്ട് ഫ്രോസ്റ്റ് മെൻഡിങ് വാൾ is a meditation told from the perspective of a landowner. He joins his neighbor in repairing. സർ, Yes. ഒരു സന്തോഷ വാർത്ത ഉണ്ട്, കേട്ടോളൂ. ഇന്ന് ഉച്ചയ്ക്ക് PTOയുടെ വക നിങ്ങൾക്ക് സ്പെഷ്യൽ ലഞ്ച് ഉണ്ടായിരിക്കുന്നതാണ്. സർ, എന്താ ഈ സ്പെഷ്യൽ ലഞ്ച്? ബിരിയാണിയാവാനാണ് സാധ്യത.
അശ്വതി, നീ വരുന്നില്ലേ? ഞാനില്ല, നീ പോയിക്കോ. എന്നാ ശരി, നിനക്ക് വേണ്ട, ഞാൻ പോട്ടെ. ഇരിക്കേ. ഇന്ന് സ്പെഷ്യൽ എഞ്ചിൻ്റായിട്ട് മോളെന്താ കഴിക്കാൻ പോവഞ്ഞേ? ഒന്നുമില്ല സാർ, ഇത് കളയണ്ടാന്ന് കരുതിയിട്ടാ. പിന്നെ ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. നല്ല കാര്യം. പക്ഷെ മോളുടെ മുഖം വാടിയിട്ടുണ്ടല്ലോ. അത് പിന്നെ തോന്നിയതാണ് സാറിന്. സത്യം? സത്യമായിട്ട് ഒരു സങ്കടവും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, സാറിന് തോന്നിയതാ. എനിക്കെന്റെ മക്കളെ പോലെയാ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ. അശ്വതിക്ക് നുണ പറയാൻ അറിയില്ല. അത് ഞാൻ എന്റെ അമ്മേനെ ഓർത്തു പോയതാ സാറേ. ആ പാപം വീട്ടുജോലി ചെയ്തിട്ടാ എന്നെ പോറ്റുന്നേ. അച്ഛൻ കുടിച്ചോണ്ട് വന്ന് എന്നെ അമ്മേനെയും തല്ലും. ഇന്നലെയും കൂടി. എന്റെ അമ്മേന്റെ വേർപ്പാ ഈ ചോറ്റുപാത്രത്തില്. ഇതിനേക്കാളും സ്വാദുണ്ടാവോ സാറേ ആ ബിരിയാണിക്ക്? മോള് പറഞ്ഞ ശരിയാ. മോള് ഇത് തന്നെയാ കഴിക്കേണ്ടത്. ഇക്കണ്ട ദുരിതങ്ങൾക്കിടയിലും ആ അമ്മയ്ക്ക് കിട്ടിയ പുണ്യ ഈ മോള്. ഗുഡ് ആഫ്റ്റർനൂൺ. സിറ്റ് ഡൗൺ. എല്ലാരും നല്ല എനർജിയിലാണല്ലോ. ബിരിയാണി കഴിച്ചതിന്റെ ആയിരിക്കും അല്ലേ? സാർ, ഇതെന്തോ ഒരു മൊമെന്റോ? ആ, അതാ പറയാൻ വരുന്നത്. നമുക്ക് സന്തോഷിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്നലെ നടന്ന ഉപന്യാസ മത്സരത്തിൽ നമ്മുടെ ക്ലാസ്സിലെ വിഷ്ണുവിനാണ് 1ാം സ്ഥാനം. വെരി ഗുഡ്. ഇന്ന് സന്തോഷത്തിന്റെ ദിനമായതുകൊണ്ട് ഇമ്പോസിഷന്റെ കാര്യത്തിൽ ചില ഇളവ് തരാൻ പോവുകയാണ്. ടുഡേ ഐ ആം ആസ്കിംഗ് ഓൺലി 3 questions. വെറും 3 പേരോട്. 3 പേരും ശരി ഉത്തരം പറഞ്ഞാൽ പിന്നെ ഇമ്പോസിഷൻ എന്ന പരിപാടിയേ ഇല്ല. റോൾ നമ്പർ 30, സ്റ്റാൻഡപ്പ്. ഓ, ഇറ്റ്സ് യു. ഫ്രെയിം എ സെന്റൻസ് ഇൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. How long have you been working abroad? Very good. Sit down. Number 20. Make a sentence in simple past. He went there. Okay. ഇനി ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. റോൾ നമ്പർ 16. അല്ല, 16 ആബ്സെന്റ് ആണോ? ഓ, സായന്താണോ? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു വാചകം പറയൂ. സായന്ത് ശ്രമിച്ചു നോക്കൂ. സായന്തിന് പറ്റും. Sun rises in the east. പാഠപുസ്തകമാണ് ഓരോ കുട്ടിയും. സിലബസിലില്ലാത്ത ജീവിത പരീക്ഷണങ്ങൾ കൊണ്ട് അനുദിനം നവീകരിക്കപ്പെടുന്ന പാഠപുസ്തകം. അത് വായിക്കാതെ പോകരുത് ഒരധ്യാപകനും. ഒന്ന് കണ്ണടച്ചാൽ മതി. ക്ലാസ് മുറികളിലും വരാന്തകളിലും വിദ്യാർത്ഥികൾ ബാക്കി വെച്ചുപോയ ജീവിത തത്വങ്ങൾ ഒരുപാടുണ്ടാകും.
ഏതൊരു മഹത്വചനത്തോളവും ആഴമേറിയവ. കണ്ണീരിനും പുഞ്ചിരിക്കും മൗനത്തിനുമിടയിൽ ഒരു നല്ല ഗുരുവിന് മാത്രം വായിച്ചെടുക്കാൻ കഴിയാവുന്ന നേരുകൾ. എപ്പോൾ വേണമെങ്കിലും വിസ്മയം സമ്മാനിക്കാവുന്ന കുട്ടികൾക്കൊപ്പമുള്ള ഈ നിമിഷങ്ങൾ വല്ലാതെ സാർത്ഥകമാകുന്നതുപോലെ. അതുകൊണ്ടൊക്കെയാവാം ഈ യാത്ര ഒരിക്കലും മടുക്കാത്തത്.